എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒരു ജിമ്മനെ കാണിക്കും. ജിമ്മൻ ഒരു സിഗൊക്കെ വലിച്ച് അങ്ങനെ ഹായ് ആയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കും. പുറത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ പണിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ അവൻ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തോണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ടിവിയില് നമ്മുടെ ചിരിക്കുട്ടനെ കുറിച്ചുള്ള ഒരു ന്യൂസ് കാണിക്കുക. ആക്ച്വലി നമ്പർ 1 ഹീറോ ആയിട്ടുള്ള ചിരിക്കുട്ടൻ ആളിപ്പോ റിട്ടയർഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി സിറ്റിയിലെ അടുത്ത നമ്പർ 1 സൂപ്പർ ഹീറോ അതാരായിരിക്കും എന്ന ചർച്ചയായിരിക്കും വളരെ കാര്യമായിട്ട് ഇപ്പൊ ന്യൂസിൽ നടക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് സൂപ്പർ ഹീറോയാണ് ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരിക. അങ്ങനെ നോക്കിയാ അത് മറ്റാരുമല്ല, സാക്ഷാൽ എൻഡവറിന്റെ തീ പിടിച്ച ആ കലിപ്പ് കയറിയ മുഖം അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും ഒരുപാട് പേടിയാണ്. അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ചിരിക്കുട്ടൻ തന്നെയാണ് ഫസ്റ്റ് സൂപ്പർ ഹീറോ. ജിമ്മനാണെങ്കില് ഇപ്പൊ അത് കേട്ട് ഇറിറ്റേറ്റഡ് ആവും. അവൻ ആ TV ഓഫ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് നടക്കും. അപ്പൊ അവന്റെ തലയ്ക്കകത്തിരുന്ന് ആരൊക്കെയോ ഇപ്പൊ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ കാര്യാക്കില്ല. അവൻ തലയും ചൊറിഞ്ഞ് ഇപ്പൊ ടൗണിലൂടെ മുൻപോട്ട് നടന്നു പോവും. അപ്പൊ അതേ സമയത്ത് ഒരു വില്ലൻ ഒരു കടയിൽ കയറി പട്ടാപ്പകല് അവിടെയുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇപ്പൊ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജിമ്മനത് കാണും, പക്ഷെ അവനത് വലിയ കാര്യാക്കില്ല. അപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് ഒരു സൂപ്പർ ഹീറോ വരും. ഹീറോ ഓടി വന്ന് അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ഗ്യാങ്ങിലുള്ള ഒരുപാട് പേര് വന്ന് ഇപ്പൊ അവനെ അറിഞ്ചം പുറഞ്ചം അടിച്ച് ഒരു മൂലക്കിട്ട് അവരടിച്ചു മാറ്റിയ സാധനമായിട്ട് അവിടുന്ന് കടന്നു പോവും. ജിമ്മൻ അതും കാര്യാക്കാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. ആ ജിറാൻ എന്ന പേരുള്ള ബ്രോക്കർ ആളിപ്പോ അവനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. ബ്രോക്കർ ചോദിക്കും, നിനക്ക് ലീഗ് ഓഫ് വില്ലൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അത് കേട്ട് അവൻ അറിയാം, അറിയില്ല, അറിയില്ല, അറിയാം എന്ന് മാറി മാറി എന്തൊക്കെയോ പിച്ചും പേയും ഇപ്പൊ വിളിച്ചു പറയും. ആക്ച്വലി ഇവന് മൾട്ടിപ്പിൾ പേഴ്സൺ ഡിസോർഡർ ആണ്. ആക്ച്വലി അത് ഒരു ഡിസോർഡർ അല്ല, മറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവന്റെ ഒരു പവറാണ്. അപ്പൊ ആ ബ്രോക്കർ ചോദിക്കും, നിനക്ക് ഡാബി എന്ന പേരുള്ള ഒരുത്തനെ അറിയോ? അത് കേട്ട് ജിമ്മൻ അവൻ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ബ്രോക്കർ പറയും, ലീഗ് ഓഫ് വില്ലൻസിലെ എല്ലാ വില്ലന്മാരും ഇപ്പൊ സിറ്റിയിലൂടെ കറങ്ങി നടക്കുകയാണ്. അവര് സിറ്റിയുടെ മുക്കും മൂലയും പരിശോധിച്ച് ഓരോ വില്ലന്മാരായിട്ട് ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വില്ലന്മാരെ കണ്ടെത്തി അവരുടെ ലീഗ് ഓഫ് വില്ലൻസിൽ ചേർത്ത് ആ ഒരു ടീമിനെ പോലും അവരിപ്പോ എൻഹാൻസ് ചെയ്യാണ്. അഥവാ ആരെങ്കിലും അവരുടെ ടീമിൽ ചേരാൻ വിസമ്മതിച്ചാൽ അവരെ ഓൺ ദ സ്പോട്ടില് തട്ടിക്കളയും. കട്ട് ചെയ്ത ജിമ്മൻ അവന് പലറി കാറാൻ തുടങ്ങും. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് എന്തോ വലിയ ശബ്ദത്തില് ഇപ്പൊ ബ്ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് അവൻ കാണും. അപ്പൊ അവൻ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ആക്ച്വലി ഇവന് അവന്റെ ചെറുപ്പം മുതലേ അവന് ക്ലൗണിങ് പവറാണ്. അതായത് അവൻ ഇഷ്ടമുള്ള അവൻ കാണുന്ന ആൾക്കാരുടെ രൂപത്തില് അവന് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല അവന് തന്നെ ഒരു ക്ലൗണായി മാറാനും കഴിയും. അങ്ങനെ അവൻ അവന്റെ ക്ലൗൺസുകൾ ഉപയോഗിച്ച് അവരുടെ ഇടയിൽ ഒരു രാജാവിനെ പോലെ ജീവിച്ചു. പക്ഷെ അവൻ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ ക്ലൗണുകള് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലൗൺസ് എല്ലാവരും ചേർന്ന് ഇവനെ കെട്ടിയിട്ട് അവര് പരസ്പരം 2 ആഴ്ച നീണ്ടുനിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഇവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയായി അവൻ അങ്ങനെ ലോകം മുഴുവൻ ഇപ്പൊ അലഞ്ഞു നടക്കുകയാണ്. ആക്ച്വലി ഇവനും ഇപ്പൊ ലീഗ് ഓഫ് വില്ലൻസിലെ ഒരു മെമ്പറാണ്. ലോകം മുഴുവൻ കറങ്ങി ഓരോരോ വില്ലന്മാരെയായിട്ട് അവൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അപ്പൊ നമ്മൾ മുൻപ് കണ്ടില്ലേ ആ കള്ളന്മാര്, അവരെ എല്ലാവരെയും 3 വില്ലന്മാർ ചേർന്ന് ഇപ്പൊ തല്ലി കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ആ വില്ലന്മാരെ കാണുമ്പോ ഇപ്പൊ ജിമ്മന് അവൻ ഒരുപാട് ഹാപ്പി ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഇസക്ക് പയ്യൻ അവൻ ജിമ്മിൽ വന്ന് ഡംബൽസ് ഒക്കെ എടുത്ത് ഇപ്പൊ വമ്പൻ എക്സസൈസ് ആണ്. അപ്പോഴായിരിക്കും അവൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ ഓർക്കുക. നീ വീണ്ടും വീണ്ടും കൈകൾക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് കൈ ഉണ്ടാവില്ല. കട്ട് ചെയ്ത ഹീറോ അവനിപ്പോ ഭയങ്കര കെയർഫുൾ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ ലിഡാ പയ്യൻ അവൻ വീണ്ടും വീണ്ടും സ്റ്റുഡൻസിന് എല്ലാവർക്കും വമ്പൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ബി സെക്ഷനിലെ അരപ്പിരി ലൂസായ ആ ഒരു ചെക്കൻ അവൻ വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി കളിയാക്കാൻ തുടങ്ങും. അവൻ വിളിച്ചു പറയും വമ്പൻ ഡയലോഗും വമ്പൻ ആക്ഷനൊക്കെ കാണിച്ച്, നിങ്ങളുടെ ടീമിലെ 2 പേര് തോറ്റുപോയില്ലേ, ഞങ്ങളുടെ ടീമിലെ എല്ലാ സ്റ്റുഡൻസും ജയിച്ചു എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രിൻസിപ്പള് എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ച് ഇപ്പൊ അസംബ്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അസംബ്ലിയില് നമ്മുടെ ഹെഡ് മാസ്റ്റർ പുതിയ കുട്ടികള് അവർ ജോയിൻ ചെയ്തത് മുതല് ഇവിടം വരെ എത്തിയ എല്ലാ കാര്യങ്ങളും ഒന്നു വിടാതെ ഇപ്പൊ മുഴുവനായിട്ടും പറയും. ആള് പറയും, നിങ്ങൾ ഇത്രയും കാലവും US സ്കൂളിനോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്
നിങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ട്രെയിനിങ് എടുത്തു, പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ നിങ്ങളിപ്പോ ഒരു പ്രോ ഹീറോസായി മാറിയിരിക്കുകയാണ്. ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്കും പ്രോബ്ലംസിൽ ഇടപെടാം, സോൾവ് ആക്കാം. പക്ഷെ എല്ലാത്തിനും കുറച്ച് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്നും നിങ്ങൾ സൊസൈറ്റിയിൽ ഒരു അഭിമാനമായി നിൽക്കണം. നിങ്ങൾ ആരും തന്നെ ഒരിക്കലും സൊസൈറ്റിയെ ദ്രോഹിക്കാനോ സ്കൂളിന് ഒരു മോശം പേര് കൊണ്ടുവരാനോ പാടില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ ചിരിക്കുട്ടൻ ഇതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കാണ്. അപ്പൊ പ്രിൻസിപ്പൾ പറയുന്നൊക്കെ കേട്ട് ഇപ്പൊ ആളുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് ചിരിക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലെത്തി പ്രിൻസിപ്പളിനെ കണ്ട ഉടനെ ആദ്യമായിട്ട് നമ്മുടെ ചിരിക്കുട്ടൻ ചോദിക്കുക, എന്റെ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതിന് പ്രിൻസിപ്പൾ പറയും, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഇത് നമ്പർ 1 സ്കൂളാണ്, ഇവിടെയുള്ള സ്റ്റുഡൻസ് അവരും നമ്പർ 1 ആണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, നീ ഇന്നു മുതൽ ഇവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത യഥാർത്ഥത്തില് ചിരിക്കുട്ടൻ ചൂസ് ചെയ്യാനിരുന്ന ആ ഒരു ടാലന്റഡ് സ്റ്റുഡന്റിന്റെ ബാക്ക് സൈഡ് കാണിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. അപ്പൊ അസംബ്ലി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോവും. ഇവിടെ നമ്മുടെ ക്ലാസ് കാണിക്കും. അവിടേക്ക് ഐസമ്മ മാസ്റ്റർ കടന്നു വന്ന് പറയും, ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോർമൽ ക്ലാസ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ആക്ടിവിറ്റീസും ഉണ്ടാവും. പക്ഷേ അത് ഇനിയും കുറച്ചുകൂടെ ടഫസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാന്ന് പറഞ്ഞ് മാസ്റ്റർ പുറത്തേക്ക് പോവും. അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ മൈക്ക് മാസ്റ്റർ ക്ലാസ്സിലേക്ക് വരും. ആളുടെ ഘനഗംഭീരമായ ശബ്ദത്തില് ഇപ്പൊ വമ്പം ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈവനിങ് നമ്മുടെ സ്കൂളിന്റെ ഹോസ്റ്റലിൽ ഇപ്പൊ ചപ്പർത്തലേനും നമ്മുടെ ഹീറോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അവർ ആ ഹോസ്റ്റലിന്റെ ഓരോ ഫ്ലോറുകളായിട്ട് കയറി ഇറങ്ങി ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് മിനട്ടോ പറയും, ഇവിടെ മുഴുവൻ പൊടിയാണ്, നിങ്ങളുടെ ക്ലീനിങ് അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ചപ്പർത്തലേനെ അവനെ കളിയാക്കും. അത് കേട്ട് ചപ്പർത്തലേന് കലി ഇളകി ഇപ്പൊ ഇസുക്ക് പയ്യനോട് ചൂടാവും, നിനക്ക് മര്യാദക്ക് ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്തൂടെ, നീ എന്നെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ ചോദിച്ച് വീണ്ടും അവനോട് ചൂടാവും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും അവിടേക്ക് വരും. കണ്ണാടി പയ്യൻ ഇപ്പൊ മൈക്കിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചും നടക്കാൻ പോകുന്ന ആ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചും ഇപ്പൊ ഒരുപാട് കാര്യങ്ങള് ഇസക്കിനോട് പറയും. അത് കേൾക്കുമ്പോ നമ്മുടെ ചെക്കൻ ഒരുപാട് വിഷമാവും. കാരണം അവന്റെ ഒരു ദിവസത്തെ ക്ലാസ് ഇന്ന് മിസ്സായി. അപ്പൊ നമ്മുടെ ചെക്കൻ അവൻ കൂടുതൽ ആകാംക്ഷയോട് കൂടെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ സംഭവിച്ചോ? അതിന് കണ്ണാടിപ്പയ്യൻ പറയും, അതൊന്നും പറയാൻ പറ്റില്ല, ഇത് നിങ്ങളുടെ പണിഷ്മെന്റ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. അത് കേൾക്കുമ്പോ ചപ്പർത്തലേന് അവന് ദേഷ്യം ഇരട്ടിച്ചു വരും. ഇവിടെ ഇസുക്ക് പയ്യൻ അവൻ ആ വേസ്റ്റ് മുഴുവൻ വാരിയെടുത്ത് എന്തൊക്കെയോ ചിന്തിച്ച് ഇപ്പൊ പുറത്തേക്ക് പോവും. 3 ദിവസം ഇപ്പൊ എന്റെ ക്ലാസ് മിസ്സായി. അതിനുശേഷം ഞാൻ ട്രെയിനിങ്ങിന് പോയ മിസ്സായ ഭാഗം അതെന്താണെന്നറിയാതെ ഞാൻ എങ്ങനെ ട്രെയിനിങ് എടുക്കും? ഇനി എന്താ ഒരു സൊല്യൂഷൻ എന്നും പറഞ്ഞ് അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ടടുത്തുള്ള ചുമരില് ഒരു ഫേസ് കാണാം. അത് അവനോട് ചോദിക്കും, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നമ്മുടെ ചെക്കൻ ഷോക്കായിട്ട് ഇതെന്താ സാധനം എന്നും പറഞ്ഞ് അതിനെ നോക്കും. നീ ആരാ, നിനക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങള് ഇപ്പൊ ഹീറോ ചോദിക്കും. അതിനാ പ്രത്യേക സാധനം പറയും, ഒന്നുമില്ല, ഒരുപാട് പേര് നിന്നെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ ചെക്കൻ അവൻ ഫൈറ്റ് ചെയ്തതിന് ഇപ്പൊ അപ്പോളജി ലെറ്റർ ഒക്കെ എഴുതി ഐസമ്മ മാസ്റ്റർക്ക് കൊടുക്കും. ചപ്പർത്തലേന് ഇനിയും ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഹീറോ അവൻ ക്ലാസ്സിലേക്ക് എത്തി സ്ട്രോങ് ആയിട്ട് പറയും, 3 ദിവസം എനിക്ക് മിസ്സായ ക്ലാസ് അതൊരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ക്യാച്ച് ചെയ്യും, പഠിക്കും. അതിനുശേഷം നല്ല സൂപ്പറായിട്ട് ഞാൻ ട്രെയിനിങ് എടുക്കും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ ഐസമ്മ മാസ്റ്റർ 3rd ഇയറിലെ ബിഗ് സ്ട്രോങ് ആയിട്ടുള്ള 3 സ്റ്റുഡൻസിനെ അവിടേക്ക് കൊണ്ടുവരും. അവരിൽ ഒരാളെ കാണുമ്പോ ഇപ്പൊ ഇസക്ക് പയ്യൻ അവൻ ഷോക്കാവും. കാരണം അവന്റെ മുഖമാണ് നമ്മുടെ ചെക്കൻ ചുമരിൽ കണ്ടത്. ഇസക്ക് പയ്യൻ ടെൻഷനായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.